ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഗ്രീൻ പീസ് കൊണ്ടുള്ളൊരു കറിയാണ്. അതിനു വേണ്ടി കുറച്ച് ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്കൊരു സവോള, ഒരു തക്കാളി, ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ: 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ മുകളിൽ 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് തിളച്ച് പോകാതിരിക്കാൻ വേണ്ടി. മൂടി വെച്ച് നമുക്ക് ഒരു 5 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി 1 കപ്പ് തേങ്ങ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 5-6 ബദാം പരിപ്പ് കുതിർത്തത്, ഒരു 5-6 അണ്ടിപ്പരിപ്പ്, 1 ടേബിൾ സ്പൂണ് നിലക്കടല, 1/2 സ്പൂണ് വലിയ ജീരകം, പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഗ്രീൻ പീസ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ച് കൊടുക്കുക. നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം. അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, ഒരു തണ്ട് കറിവേപ്പില, ഒരു വറ്റമുളക്, ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് മുളകും പൊടി ചേർക്കുന്നുണ്ട്. അത് കളറിന് വേണ്ടിയാണ്. നമ്മളെ കറിയിലേക്ക് ഒഴിച്ചെടുത്ത കറി റെഡിയായി. നമ്മളെ ചിക്കൻ കറിയൊക്കെ ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം.